dear children. How are you? Fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? നിങ്ങളുടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമില്ല. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ വീട്ടിലെ? പുറത്തൊന്നും അധികം പോകരുത് കേട്ടോ. പുറത്തഥവാ പോകണമെങ്കിൽ എന്ത് വെക്കണം? മാസ്ക് വെക്കണം. പോയിട്ട് വന്നിട്ട് കൈ കൊണ്ട് എന്ത് ചെയ്യണം? കൈയും കാലുകൊണ്ട് നന്നായിട്ട് കഴുകണം. സാനിറ്റൈസർ ഉപയോഗിക്കണം. ഓക്കെ, എല്ലാവരും സുഖമാണെന്ന് ടീച്ചർ കരുതുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദിയാണ് ടീച്ചർ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്. അതിന് മുന്നേ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഓക്കെ, ഇന്ന് എന്താ ഡേറ്റ്? 23/6/2021 അല്ലേ? 23/6/2021. This day is today. Today is Wednesday. കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു നമുക്ക് ഹിന്ദി ക്ലാസ്സിൽ ഹിന്ദിയിലെ എന്തിനാണ് ബേസ് ഒക്കെ പറയുന്നത് അത് കൂടെ പഠിച്ചു പോകാമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ടീച്ചർ പറഞ്ഞു വെനസ്ഡേ. വെനസ്ഡേ എന്ന് പറയുന്നത് വെനസ്ഡേയിൽ ഹിന്ദി പറയുന്നത് ബുധവാറാണ്. ബുധവാർ അത് ടീച്ചർ എങ്ങനെ പറയുന്നു പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൗ മെനി ഡേയ്സ് ആർ ദേർ ഇൻ എ വീക്ക്? നമ്മൾ ആൻസർ പറയും there are 7 days in a week. അതുപോലെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എ വീക്കിന് എന്താ പറയുന്നത്? ഹഫ്ത അല്ലേ? एक हफ्ते में कितने दिन है? दिन എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസം. एक हफ्ते में कितने दिन है? मतलब एक हफ्ते में कितने दिन है? എങ്ങനെ ആൻസർ പറയും? एक हफ्ते में 7 दिन है. there are 7 days in a week എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആൻസർ എങ്ങനെ പറയും? एक हफ्ते में 7 दिन है. वो क्या क्या है? ഏതൊക്കെയാണ് ദിവസങ്ങൾ? ഏതൊക്കെയാണെന്ന് അറിയാമോ? ടീച്ചർ പറഞ്ഞുതരാം. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ പറയുന്ന പോലെ തന്നെ. അപ്പൊ ഇന്നത്തെ ദിവസം വെനസ്ഡേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഹിന്ദിയിൽ പറയും ബുധവാർ. ആജ് ബുധവാർ ഡേ എന്ന് പറയും. ഇന്ന് ബുധനാഴ്ചയാണ്. ആജ് ബുധവാർ ഡേ. ഏത് സബ്ജക്റ്റാ? ഹിന്ദിയാണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്. ടീച്ചറിന്റെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ടീച്ചർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് എന്താണെന്ന് നോക്കിക്കോളൂ. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് എന്താണ്? സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചു അല്ലെ? സ്വരാക്ഷരം. അതിൽ 4 സ്വരാക്ഷരങ്ങൾ ടീച്ചർ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. അതിലെങ്ങനെ മാത്രയെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആ, ആ, ഇ, ഈ 4 സ്വരാക്ഷരങ്ങൾ പറഞ്ഞു. ഈ ആ, ആ, ഇ, ഈ ഇതിന്റെ സ്വരചിഹ്നങ്ങൾ പഠിപ്പിച്ചത് ടീച്ചർ എന്താണ്? ആ സ്വരം അവിടെ പ്രത്യേകിച്ച് സ്വരചിഹ്നമൊന്നും ഉപയോഗിക്കുന്നില്ല. ക, മ അവരുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അവിടെ അതിന്റെ പ്രത്യേക സ്വരചിഹ്നമൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഏത് അക്ഷരമാണോ എടുക്കുന്നത് ആ അക്ഷരം മാത്രമേ നമ്മളവിടെ എഴുതുന്നുള്ളൂ. രണ്ടാമത്തെ എടുക്കുന്ന മാത്രം ഏതാണ്? ഈ മാത്രം ടീച്ചർ പഠിപ്പിച്ചല്ലോ ലൈൻ അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ വഴിയിടണമെന്ന് ടീച്ചർ പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈക്ക് വഴിയിടുക. കേട്ടോ, എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ടീച്ചർ കണ്ടോ? ഇനി പി ആണെങ്കിൽ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ. ഈക്ക് ഇടുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ വഴി. ഈക്ക് റൈറ്റ് സൈഡിൽ വഴി. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. ഓരോ മാത്ര ടീച്ചർ പറഞ്ഞു. ഇടുന്ന മാത്ര എന്താണ്? ഈ ഇടുന്നത് ലെഫ്റ്റ് സൈഡ് വഴി, ഈ ഇടുന്നത് റൈറ്റ് സൈഡ് വഴി. ഇന്ന് നമ്മൾ അതിലെ ഈ 2 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആയും ആയും നമുക്ക് അത് എടുക്കാം. അതിൽ എന്നുള്ള ടീച്ചറുടെ കായും ആയും കൂടെ ചേരുന്നത് ക പ്ലസ് ആ ആണ്. ക അല്ലെ? ക മ പ്ലസ് ആ മ. അതുപോലെ ഇവിടെ ടീച്ചർ 2 വാക്കുകൾ 2 അക്ഷരങ്ങളാണ്. കായും ലായും 2 അക്ഷരങ്ങളുള്ളൂ. കല്ല് കണ്ടോ? ക ല കൽ. പക്ഷെ നിങ്ങൾക്ക് സംശയം വന്നു, ടീച്ചർ കായും ലായും പിന്നെ എന്തുകൊണ്ട് കലാമായിക്കൂടാ അല്ലേ? തോന്നാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കല്ല് നമ്മള് ല എന്നവിടെ പറയുന്നില്ല. ല ആണെങ്കിൽ നമ്മള് കലാ വരുന്നു. വരുവാണെങ്കിൽ നമ്മൾ ആയുടെ മാത്ര ഇട്ട് കൊടുക്കണം. ഇടണ്ടേ? പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന 2 അക്ഷരങ്ങൾ അവിടെ നമ്മുടെ നാക്കുകൾ തട്ടി അവിടെ തട്ടി നിൽക്കുക ചെയ്യുന്നത്. കൽ കലാന്ന് വായിക്കുന്നത് തെറ്റാണ്. കൽ അതുപോലെ കം
നോട്ട് കാം. അപ്പൊ കായ് മായി കമാന്ന് വായിച്ചൂടെ ചോദിക്കും. തെറ്റാണ്. എങ്ങനെ വായിക്കാൻ പറ്റും? കം കാ മ അം കം കം കൽ കം കണ്ടോ? അടുത്ത ആ എഴുതുന്നത് കാ കാ. കായ്ക്ക് നമ്മൾ എന്ത് അക്ഷരം എഴുതാം? ആ ചിഹ്നം ആ മാത്ര കണ്ടല്ലോ. ഈ മാത്രയാണ് കാ. അത് ഉപയോഗിച്ച് രണ്ട് വാക്കുകൾ എഴുതി നോക്കിക്കോളൂ. കാൽ കാല കാൽ കാൽ. പക്ഷെ എന്നിട്ട് കാലാന്ന് വായിക്കുന്നില്ല നമ്മളിവിടെ. കാൽ അവിടെ നിർത്തുകയും ചെയ്യുന്നത് കാൽ കേട്ടോ. ഇനി അടുത്ത നോക്കി കാല കാല ബ്ലാക്ക് കാല കണ്ടു രണ്ടിടത്തും ആ വന്നിട്ടുണ്ട്. ഇവിടെ ലാ വന്നപ്പോ നമ്മുടെ ലാന്ന് വായിച്ചു കാലാന്ന് വായിച്ചു. പക്ഷെ ഇവിടെ ലാ വന്നപ്പോഴോ കാൽ. അതാണ് നിർത്തി ചെയ്തത്. കാൽ കാല. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ടീച്ചർ കുറച്ച് എക്സസൈസ് നിങ്ങൾക്ക് എഴുതാം. ആ ഇ ഈ ഇതിന്റെയൊക്കെ മാത്ര ഇട്ടിട്ടുണ്ട്. ആയുടെയും ഈയുടെയും ഈയുടെയും. ആ ക ആ കാ ഇ കി ഈ കി. അടുത്ത 2 letter വേർഡ്സ്, 2 അക്ഷരങ്ങൾ ചേർന്നുള്ള വാക്കുകൾ. ക പ്ലസ് പ കപ്പ്, നോട്ട് കപ്പ. കപ്പ എന്ന് നമ്മൾ പറയില്ല, കപ്പ് കപ്പ് എന്നാ പറയുന്നത്. ക പ്ലസ് പ കപ്പ്. മ പ്ലസ് ത മത്. അതുപോലെ ആ പ്ലസ് ബ, ത പ്ലസ് ബ, ക പ്ലസ് ര, ദ പ്ലസ് ല, ബ പ്ലസ് ല. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഈ 2 അക്ഷരങ്ങളും ചേർത്തിട്ടുള്ള വേർഡ്സ് ഇവിടെ എഴുതണം. ആ ഈ മാത്ര, ആയുടെ മാത്രയാണ് ഈ മാത്ര. ക പ്ലസ് ആ പ്ലസ് ല പ്ലസ് ആ കാല. ന പ്ലസ് ആ പ്ലസ് മ നാം. അതുപോലെ ബാക്കി 5 വേർഡ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഇത് ഓരോന്നും വായിച്ച് ചേർത്ത് എഴുതണം. ദ പ്ലസ് ആ പ്ലസ് ദ പ്ലസ് ആ ദ. ക പ്ലസ് ആ പ്ലസ് ന കാൻ. ആ പ്ലസ് ന പ്ലസ് ആ പ്ലസ് അനാർ. മ പ്ലസ് ആ പ്ലസ് ല പ്ലസ് ആ മാല. ത പ്ലസ് ആ പ്ലസ് ല പ്ലസ് ആ താല. എന്താണ് ദാദ എന്ന് പറഞ്ഞാൽ അറിയാലേ, ഗ്രാൻഡ് ഫാദർ. കാൻ നമ്മുടെ ഇയർ, ചെവി. അനാർ പൊമഗ്രനേറ്റ്. മാല ചെയിൻ. താല ലോ. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. നാം പേര്. ഇതെല്ലാം നമുക്ക് അറിയാന്നുള്ള തന്നെ. ഇതെല്ലാം ഈ അക്ഷരങ്ങൾ ചേർത്ത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതി ഇടണം. ഓക്കെ, ടീച്ചർ നോട്ട്ബുക്ക് കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതൊരു ചെറിയൊരു ഹോംവർക്കാണ് ടീച്ചർ തന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നന്നായിട്ട് ചെയ്യണം. ഈ കാവച്ച് അതായത് രണ്ടും തമ്മിലുള്ള ആ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകളല്ല. അതുപോലെ തന്നെ ആ മാത്രം പഠിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ അതെത്തി. ഓക്കെ, എല്ലാവരുടെയും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. താങ്ക് യു. Hello, good morning children. How are you all? Fine. I am your Nisha teacher. Today we are going to learn GK. Okay, നമുക്ക് ലെസണിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചാലോ. ഒരു വ്യക്തിയെ കുറിച്ച് ടീച്ചറിന് അറിയാവുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മിൽഖാ സിംഗ്. മിൽഖാ സിംഗ് എന്ന പേരുള്ള ഒരു സ്പോർട്സ്മാനെ കുറിച്ചാണ് ടീച്ചർ എന്ന് പറയുന്നത്. He was born on 1932 November 20. Okay, 1932 November 20-ക്കാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആരായിരുന്നു? He was a sportsman. His name was മിൽഖാ സിംഗ്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മിൽഖാ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വേറൊരു പേരിലും പറയുമായിരുന്നു. എന്തായിരുന്നു? പറക്കും സിംഗ്. മിൽഖാ സിംഗിന്റെ വേറൊരു പേരെന്താണ്? പറക്കും സിംഗ്. അദ്ദേഹം ഏത് സ്പോർട്സിലായിരുന്നു അറിയാവോ? ഒരുപാട് പ്രൈസ് ഒക്കെ വാങ്ങിച്ചത് റണ്ണിങ് റേസിലായിരുന്നു. ഓട്ട മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് റണ്ണിങ് റേസിലാണ് ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഏതിനായിരുന്നു? റണ്ണിങ് റേസ്, ഓട്ട മത്സരത്തിനാണ് ഒത്തിരി പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ അദ്ദേഹം ഒളിമ്പിക്സിലും പങ്കെടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സ് എന്താ അറിയോ? ഒളിമ്പിക്സ് ഫയർ റിംഗ് കണ്ടിട്ടില്ലേ? ഒളിമ്പിക്സിന്റെ ചിഹ്നമാണ്. അപ്പൊ ആ ഒളിമ്പിക്സിൽ
അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിലെന്താണ്, അയാൾക്ക് ഒരു റണ്ണിങ് റേസ് 400 മീറ്റർ റണ്ണിങ് റേസിൽ അദ്ദേഹം 4th പ്ലേസിലായിരുന്നു സമ്മാനം വാങ്ങിച്ചത്. 4th പ്ലേസ്. ഇത് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരല്ലേ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 1, 2, 3 രാജ്യമല്ലോ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒളിമ്പിക്സിൽ പങ്കെടുക്കും. അപ്പോൾ അവരിൽ 4th പ്രൈസാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 4th പ്രൈസ് കിട്ടി. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര അഭിമാനമായിരുന്നു. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഭയങ്കര അഭിമാനമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കും. അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ അവാർഡ്. മോഹൻലാലിനെ നമ്മൾ പറയില്ലേ പത്മശ്രീ മോഹൻലാൽ, അതുപോലെ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, മോഹൻലാലിന്റെ കൂടെ നമ്മുടെ സിനിമ നടനില്ലേ മോഹൻലാലിന്റെ കൂടെ ഒരു പരസ്യത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു മിൽഖാ സിംഗ്. ഇപ്പൊ അദ്ദേഹം ഇല്ല കേട്ടോ, നമ്മളോട് ഇല്ല. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറച്ച് ദിവസമേ ആയുള്ളൂ അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട്, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാവരും കണ്ടായിരുന്നോ, പത്രത്തിൽ കണ്ടായിരുന്നോ മിൽഖാ സിംഗ്? നോക്കണം കേട്ടോ, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ പഴയ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കണം. 1 വീക്ക് ആയിട്ടില്ല. നിങ്ങൾ പഴയ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുക കേട്ടോ മിൽഖാ സിംഗിനെ. എന്നിട്ട് വായിക്കണം. അതിലെന്താണ് മിൽഖാ സിംഗിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം കേട്ടോ. ഇനി നമുക്ക് ലെസണിലേക്ക് പോയാലോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ലെസണാണ് പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ് GK നമ്മൾ ഏത് ലെസണാണ് പഠിച്ചത്? കിച്ചൺ ഗാർഡൻ. കിച്ചൺ ഗാർഡനിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? Name of some vegetables and kind of vegetable, isn't it? Okay, say the name of some vegetable. Yes, carrot. Say turnip, bitter gourd, bottle gourd, broccoli, spinach, coriander leaf. ഇതെല്ലാം വെജിറ്റബിൾ നമ്മൾ പഠിച്ചതല്ലേ. Also learn some kind of vegetable. We learn root vegetable, flower vegetable, then peppers, leafy vegetable. ഇത്രയും വെജിറ്റബിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് എക്സസൈസ് ചെയ്താലോ? ഓക്കെ, റെഡിയാണോ? ലാസ്റ്റ് ക്ലാസ് we learned some hard words. Today we will learn more hard words, some more hard words. Okay, cauliflower, cauliflower, cauliflower. Cabbage, cabbage, cabbage. Spinach, spinach, spinach. Carrot, carrot, carrot. Turnip, turnip. Okay, നോട്ട്ബുക്കിലേക്ക് പോയാലോ. 23rd June 2021, Wednesday. Hard words from the lesson Kitchen Garden. Cauliflower, cauliflower. Cabbage, cabbage, cabbage. Spinach, spinach. Carrot, carrot. Turnip, turnip. Okay, ഹാർഡ് വേർഡ്സ് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഹാർഡ് വേർഡ്സ് എഴുതി. ഇപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഹാർഡ് വേർഡ്സ് എഴുതി. എഴുതണം, നിങ്ങൾ എഴുതണം. ടീച്ചർ എഴുതി കാണിച്ചു, നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് നെയിം ദ ഫോളോവിങ്. നെയിം ഓഫ് എനി 2 ഫ്ലവർ വെജിറ്റബിൾ. 2 ഫ്ലവർ വെജിറ്റബിളിൻ്റെ പേര് പറയാനായിട്ടാണ്. പേര് എഴുതണം. കോളിഫ്ലവർ, ബ്രൊക്കോളി. Cauliflower, broccoli. cauliflower, broccoli. broccoli. Name of 2 leafy vegetables. Cabbage, spinach. cabbage, spinach. spinach, spinach. Name of 2 root vegetables. Carrot, turnip.
Name of 2 root vegetables. Carrot, turnip. CARROT. TURNIP. TURNIP. Okay, you should write in your JK notebook and practice the hard words and the name the following. Okay. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തായിരുന്നോ? ഈ വെജിറ്റബിൾസിൻ്റെ പേരുകൾ നോക്കിയിട്ട് റൂട്ട് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് ഓൺ ക്രീപ്പേഴ്സ്, ഫ്ലവർ വെജിറ്റബിൾ, ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ ടെക്സ്റ്റ് ബുക്കിൽ? നിങ്ങളിത് ചെയ്തതിന് ശേഷം, ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിലിടണം കേട്ടോ. ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. റൂട്ട് വെജിറ്റബിൾ ഏതൊക്കെയായിരുന്നു? യെസ്, ക്യാരറ്റ്, ടർണിപ്പ്, radish. These are root vegetable. Next is vegetable on creepers. Creepers, തറയിൽ പടർന്ന് കിടക്കുന്ന ചെടി, അതാണ് ക്രീപ്പേഴ്സ്. അങ്ങനത്തെ വെജിറ്റബിൾസ്, പടർന്ന് കിടക്കുന്നതിലുണ്ടാകുന്ന വെജിറ്റബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പടർന്നു പോകുന്ന ചെടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. ക്രീപ്പേഴ്സ്, വെജിറ്റബിൾ ഓൺ ക്രീപ്പേഴ്സ്. അപ്പോൾ ആ ക്രീപ്പേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെജിറ്റബിളിനെയാണ് നമ്മൾ എന്ത് പറയും? വെജിറ്റബിൾസ് ഓൺ ക്രീപ്പേഴ്സ്. പംകിൻ, പംകിൻ. നെക്സ്റ്റ് എന്തായിരുന്നു? ഫ്ലവർ വെജിറ്റബിൾ. ഫ്ലവർ വെജിറ്റബിൾ ഏതൊക്കെയായിരുന്നു ഇവിടെ? കോളിഫ്ലവർ, ബ്രൊക്കോളി, അവിടെ എഴുതിയിട്ടുണ്ട് കോളിഫ്ലവർ, ബ്രൊക്കോളി. ദെൻ ലീഫി വെജിറ്റബിൾ. ലീഫ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യും, അതാണ് ലീഫി വെജിറ്റബിൾ. ഏതൊക്കെയായിരുന്നു? കൊറിയാണ്ടർ. നെക്സ്റ്റ് ഈസ് ക്യാബേജ്, ദെൻ സ്പിനാച്ച്. ദീസ് ആർ leafy vegetable. Coriander, cabbage, spinach. Okay children, see you next class. Bye. Good morning children. How are you? All of you had your breakfast? You are getting ready for attend a class, right? Shall I take the class? Which day you know? Today is Tuesday and you all are studying in class 2nd standard. And which subject you are learning? You are learning English. English is your subject. Today we are going to learn a new, we already learned the poem, right? The Little Plant. Okay, teacher is going to read the poem one more time. Please take out your textbook. See, The Little Plant by K. Lewis Brown. In the heart of a seed, buried so deep, a tiny little plant lay fast asleep. Wake, said the sunshine, and creep to the light. Wake, said the voice of the raindrops bright. The little plant heard and is rose to see what the wonderful outside world might be. Okay, I think you people understand the poem, The Little Plant. And the exercise നമ്മൾ കുറേ ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സെന്റൻസ് എന്താണ്? കോമൺ നൗൺ അല്ലേ? കോമൺ നൗൺ എന്താന്ന് നമ്മൾ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്. എന്താണ് കോമൺ നൗൺ? വാട്ട് ഇസ് എ കോമൺ നൗൺ? കോമൺ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് നെയിം ഓഫ് എ പേഴ്സൺ, ആനിമൽ, തിങ്സ് ആർ കോൾഡ് നൗൺ അല്ലേ? നെയിമിംഗ് വേർഡ്സ് ആർ കോൾഡ് നൗൺ. പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? ബോയ്, ടീച്ചർ, മദർ, ഫാദർ, ഡോക്ടർ, എൻജിനീയേഴ്സ് ഒക്കെ വരും. തിങ്സ് ആണെങ്കിൽ എന്തൊക്കെ വരും? പെൻസിൽ, സ്കെയിൽ, ദെൻ ബോക്സ്, ടേബിൾ, ചെയർ, ഇതൊക്കെ എന്തായിട്ട് വരും? തിങ്സ് ആയിട്ട് വരും. ആനിമൽസ് ആണെങ്കിൽ എന്തൊക്കെ വരും? ലയൺ, ടൈഗർ, പീകോക്ക്, ഹെൻ, പാരറ്റ്, എക്സെട്ര. ഓക്കെ, പ്ലേസസ് ആണെങ്കിൽ എവിടെ വരും? ബാത്റൂം, ദെൻ ബെഡ്റൂം, പിന്നെ സ്ട്രീറ്റ്, മാർക്കറ്റ്, ഇത് അതുപോലെ ഗോവ, കൊല്ലം, ട്രിവാൻഡ്രം, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? പ്ലേസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അണ്ടർലൈൻ ദ കോമൺ നൗൺസ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കോമൺ നൗൺസ് ഏതാന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. നോക്കിയേ, ദ പീകോക്ക് ഈസ് ഡാൻസിങ് ഇൻ ദ ഫീൽഡ്. പീകോക്ക് എവിടെയാണ് ഡാൻസ് ചെയ്യുന്നത്? ഫീൽഡിലാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ നൗൺ ഏതൊക്കെയാണ്? പീകോക്ക്. കോമൺ നൗൺ ഏതൊക്കെയാണ്? പീകോക്ക്, ഫീൽഡ്. നിങ്ങൾ അതെന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. മൈ ഗ്രാൻഡ് മദർ ടെൽസ് അസ് എ സ്റ്റോറി എവറി ഈവനിങ് അല്ലേ? എൻ്റെ അമ്മൂമ്മ എപ്പോഴും എനിക്ക് എന്തു ചെയ്യും? സ്റ്റോറി പറഞ്ഞു തരും. അപ്പോൾ ഇതിലെ കോമൺ നൗൺ എന്ന് പറയുന്നത് ആരാണ്? ഗ്രാൻഡ് മദർ. പ്ലീസ് ടേൺ ദ നെക്സ്റ്റ് പേജ് ഓൾ ഓഫ് യു. സി, എ ബി മേക്സ് ഹണി. ബി എന്തുണ്ടാക്കും? ഹണി ഉണ്ടാക്കും. അപ്പോൾ ഇതിലെ കോമൺ നൗൺ ഏതൊക്കെയാണ്? ബി, ഹണി. ഹെർ അങ്കിൾ ഈസ് എ ഡോക്ടർ. അവളുടെ അങ്കിൾ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടറാണ്.
അപ്പോൾ ഇതിലെ നൗൺ ഏതൊക്കെയാണ്? കോമൺ നൗൺ അങ്കിൾ, ഡോക്ടർ. ദ ബസ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ബസ് എവിടെയാണ് നിൽക്കുന്നത്? സ്ട്രീറ്റിൻ്റെ കോർണറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ നൗൺ ഏതൊക്കെയാണ്? കോമൺ നൗൺ ബസ്, ഷീറ്റ്, സ്ട്രീറ്റ്. അവർ ഹൗസ് ഹാസ് 5 റൂംസ്, 10 വിൻഡോസ് ആൻഡ് 6 ഡോർസ്. അപ്പോൾ നമ്മൾ പഠിച്ചു കോമൺ നൗണിൽ വരുന്ന ഏതൊക്കെയാണ്? റൂംസും അതുപോലെ വിൻഡോസും 6 ഡോർസും എന്നൊക്കെ പറയുന്നത് എന്താണ് അതൊക്കെ കോമൺ നൗൺ ആയിട്ട് വരും അല്ലേ? ഓക്കെ. ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? റൂംസ് എന്താണ്? നൗണാണ്. അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്സ് ആയിട്ട് വരും. ഡോർ എന്ന് പറയുന്നത് എന്താണ്? തിങ്സ് ആയിട്ട് വരും. സോ ദാറ്റ് കം അണ്ടർ കോമൺ നൗൺ. ഇനി അടുത്ത് നോക്കിയേ, ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ദം അണ്ടർ ദ കറക്റ്റ് ഹെഡിങ്. കണ്ടോ, ഇതിൽ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ടീച്ചർ. കണ്ടായിരുന്നോ? സാൻഡ്വിച്ച്, ടൂത്ത് ബ്രഷ്, ബ്രദർ, സ്കൂൾ, ടൈഗർ, ഷോപ്കീപ്പർ, ഫോറസ്റ്റ്, ഫിഷ്, അങ്കിൾ, സ്വീറ്റ്, ഹെൻ, കോം, എയ്റോപ്ലെയിൻ, ഫ്രണ്ട്, ബട്ടർഫ്ലൈ, സൂ. ഓക്കെ. ഇനി നോക്കി അതിൻ്റെ തൊട്ട് താഴെ ഈ തന്നേക്കുന്ന ബ്രാക്കറ്റിൻ്റെ അകത്ത് പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക, തിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക, ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക, പ്ലേസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക. നോക്കിയാൽ ഇതിൽ പേഴ്സൺ എന്ന് പറയാൻ ബ്രദർ, ഒരാളെ നമ്മൾ പറയുന്നതാണ് അല്ലേ? ബ്രദർ. പിന്നെ എന്താണ്? ഷോപ്പ് കീപ്പർ, അങ്കിൾ, ഫ്രണ്ട്. ഇത് 4 എന്തിൽ വരുന്നതാണ്? പേഴ്സൺസിൽ വരുന്നതാണ്. അടുത്ത തിങ്സിൽ വരുന്ന ഏതൊക്കെയാണ്? ടൂത്ത് ബ്രഷ്, കോം, സാൻഡ്വിച്ച്, എയ്റോപ്ലെയിൻ. ഇതൊക്കെ വരുന്നത് തിങ്സിലാണ്. ആനിമൽസിൽ വരുന്ന ഏതാണ്? ടൈഗർ, ഫിഷ്, ഹെൻ, ബട്ടർഫ്ലൈ. ഇതൊക്കെ വരുന്നത് ഏതിലാണ്? ആനിമൽസിലാണ്. പ്ലേസിൽ വരുന്ന ഏതാണ്? സ്ഥലങ്ങളിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, സ്ട്രീറ്റ്, സൂ. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി. ഓക്കെ. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ ആനിമൽസിനെയോ തിങ്സിനെയോ സ്ഥലത്തിനെയോ പറയുന്നതിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് കോമൺ നൗൺ. അപ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് നോക്കിയാൽ കുറേ സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? എ പീകോക്ക് ഈസ് ഡാൻസിങ് ഇൻ ദ ഫീൽഡ്. പീകോക്ക് എവിടെയാണ് ഡാൻസ് ചെയ്യുന്നത്? ഫീൽഡ്. അപ്പോൾ അവിടെ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥലമാണ്. ആരാണ് ഡാൻസ് ചെയ്യുന്നത്? പീകോക്ക്. സോ പീകോക്ക് ആൻഡ് ഫീൽഡ് ആർ ദ കോമൺ നൗൺ there. നെക്സ്റ്റ് ലൈൻ നോക്കിയേ, സെക്കൻഡ്. മൈ ഗ്രാൻഡ് മദർ ടെൽസ് എ സ്റ്റോറി എവറി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം എൻ്റെ അമ്മൂമ്മ എനിക്ക് എന്ത് പറഞ്ഞു തരും? സ്റ്റോറി പറഞ്ഞു തരും. അപ്പം അതിൽ സ്ഥലം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. തിങ്സ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ കൊടുത്തിട്ടുള്ള? പേഴ്സൺ ഉണ്ട് അല്ലേ? പേഴ്സൺ ആരാണ്? ഗ്രാൻഡ് മദർ. അപ്പം അതിലെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ്സ് എ കോമൺ നൗൺ. ഗ്രാൻഡ് മദർ ഈസ് എ കോമൺ നൗൺ. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് സെന്റൻസ്. എ ബീ മേക്സ് ഹണി. ആരാണ് അവിടെ ഹണി ഉണ്ടാക്കുന്നത്? ബീ അല്ലേ? ബീ ആണ് ഹണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഹണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിങ് ആണ് അല്ലേ? ആരാണ് ഉണ്ടാക്കുന്നത്? ബീ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ്, ആനിമൽ ആയിട്ട് വരും. അപ്പൊ അവിടെ ഏതൊക്കെയാണ് അതിൽ കോമൺ നൗൺ? ബീയും ഹണിയും. അടുത്ത നോക്കിയേ, ഹെർ അങ്കിൾ ഈസ് എ ഡോക്ടർ. അവളുടെ അങ്കിൾ എന്ന് പറയുന്നത് ഡോക്ടർ ആണ്. അപ്പൊ അതിൽ ആരൊക്കെയാണ് വരുന്നത്? അങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ. ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ. സോ അങ്കിൾ, ഡോക്ടർ. എ ബസ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ബസ് എവിടെയാണ് നിൽക്കുന്നത്? സ്ട്രീറ്റിന്റെ കോർണറിലാണ് ബസ് ഉള്ളത്. അപ്പൊ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിങ് ആണ് അല്ലേ? സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലേസ് ആണ്. അപ്പൊ ആ ലൈനിലെ കോമൺ നൗൺ എന്ന് പറയുന്നത് ഏതാണ്? ബസ്സും സ്ട്രീറ്റും. ഈ ബസ്സിന്റെ സ്ട്രീറ്റിന്റെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കോമൺ നൗൺസ് ഏതൊക്കെയാണോ അതിന്റെ അടിയിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. നോക്കി, ഇത് ടീച്ചർ തരുന്ന ഹോംവർക്ക് ആണ് നിങ്ങൾക്ക് കേട്ടോ. എന്താണെന്നറിയോ? ഇതിന്റെ അകത്ത് കുറെ വേർഡ്സ് ഉണ്ട്. സാൻഡ്വിച്ച്, ടൂത്ത് ബ്രഷ്, ബ്രദർ, സ്കൂൾ, ടൈഗർ, ഷോപ്കീപ്പർ, ഫോറസ്റ്റ്, ഫിഷ്, അങ്കിൾ, സ്വീറ്റ്, ഹെൻ, കോംബ്. ഓക്കെ. ഇതിൽ നിന്ന് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം. ഇതിൽ ഏതൊക്കെ പേഴ്സണിൽ വരും, ഏതൊക്കെ തിങ്സിൽ വരും, ഏതൊക്കെ ആനിമൽസിൽ വരും എന്നുള്ളത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ടീച്ചർ അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും. ഫസ്റ്റ് നിങ്ങൾ എഴുതണം, എന്നിട്ട് ടീച്ചർ എഴുതുന്നത് നോക്കണം അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് കേട്ടോ. കോമൺ നൗൺ നമുക്കറിയാം. കോമൺ നൗൺ എന്താണ്? കോമൺ നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ ആര് വരും? ഒരു ഡോക്ടർ, ബോയ്, ടീച്ചർ, എക്സെട്ര. ആനിമൽസ് വരും അല്ലേ? മൃഗങ്ങളുടെ പേര്. പിന്നെ ആരൊക്കെയാണ് വരുന്നത്? തിങ്സ്, സാധനങ്ങൾ. പിന്നെന്താ വരുന്നത്? സ്ഥലങ്ങൾ.
സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് വരാം, ഓരോ സ്ഥലങ്ങൾ അല്ലേ, മാർക്കറ്റ് എക്സെട്ര.